അപ്പൊ നിക്കടാ നിനക്കപ്പോ നീ എങ്ങനെ പോണേ? പാർട്ടിക്കല്ലല്ലോ, വീട്ടിക്കല്ലേ? സ്കൂളിൽ പോണില്ല. അയ്യോ അത് പറ്റില്ല, അപ്പൊ സ്കൂളിൽ പോണം. അപ്പൊ പഠിച്ചിട്ട് വലിയ ആളാവണ്ടേ? എന്നാ വേഗം നടക്ക്. അപ്പൊ സ്കൂളിൽ പോയാ? എന്നോട് ഡാൻസ് ക്ലാസ് പോയതാ. ഈ പെണ്ണത് ഫോൺ എടുക്കാത്തത് എവിടെ കൊണ്ട് വെച്ചേക്കാണ് ഫോൺ? ഫോൺ എടുക്കുമ്പോ ലാസ്റ്റ് നേരത്ത് വിളിച്ചാൽ കൊടുക്കില്ല. ശേ, പെണ്ണത് ആ കൊള്ളാക്കുമല്ലോ ഇപ്പൊ ഇത്. ശേ, മോളെ വന്ദനേ, വന്ദനേ മോളെ. എന്താ എന്ത്? എവിടെയായിരുന്നു? എത്ര നേരം ബെല്ലടിക്ക് പോണ്? അമ്പലത്തിൽ പോയിട്ട് എവിടെയായിരുന്നു നീ? രാജശേട്ടൻ വന്നിരുന്നു അമ്പലത്തില്. അപ്പൊ ടീച്ചർ വിളിച്ചു, അങ്ങോട്ട് പോയതാ. ഫോണ് കുറെ നേരം ബെല്ലടിക്കുന്നത്. ഹലോ, എന്താ കുട്ടി വിളിച്ച്? ഈ ഫോണോടെ ഉണ്ടാക്കി കുറെ നേരം ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട്. എന്ത്? അങ്ങനെ ടെൻഷൻ വല്ലതും അറിയോ? ഞാൻ അമ്പലത്തിൽ പോയിരുന്നോ? ആ, കുട്ടിയോട് വന്നിട്ടുണ്ടാവുമല്ലോ അമ്പലത്തിൽ. നീ കണ്ടില്ലേ കുട്ടിയോടെ? എടാ കുട്ടുവോ, എന്റെ ഏട്ടൻ വന്നിരുന്നതാണ് അമ്പലത്തില്, അതുകൊണ്ട് കാണാൻ പറ്റിയത്. നീ അത്രയ്ക്കും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത്. അതിനെ കളിക്കാൻ നിൽക്കരുത്. എടാ എനിക്കതിന് പറ്റില്ലടാ. നിന്റെ കൂട്ടുകാരെ പ്രശ്നം നിനക്കറിയാലോ. വേറെ വഴിയില്ലാത്തോണ്ട് ഞാൻ കുട്ടാനോട് ഈ കാര്യം പറഞ്ഞത്. നീ ഒന്നും ആലോചിക്കണ്ട. നാളെ കുട്ടിയുടെ അമ്പലത്തിക്ക് വരും. കുട്ടിയെ കണ്ടിട്ട് പോയാൽ മതി. കേട്ടല്ലോ? അന്നെ ശരിക്കാണ്, ഇന്നെ ശരിക്കാണ് അറിയാലോ. എന്റെ പഴയ സ്വഭാവം ഏൽപ്പിക്കരുത് കേട്ടാ. നാളെ അമ്പലത്തിക്ക് വരിക. എന്നാ ശരി, ഞാൻ ഫോൺ കട്ട് ചെയ്യാണ്.
രാജേട്ടാ ആ എന്താ മോളെ? രാജേട്ടാ ലക്ഷ്മിന്റെ കോളേജിലേക്ക് വരുന്നില്ലേ? ആ ശരിയായിരിക്കും. അതെന്തേ? ഒന്നും പറയണ്ട മോളെ. ഓളുടെ അമ്മ ഏതോ ഒരു ഓൺലൈൻ കമ്പനിയിൽ കുറച്ച് പൈസ ഇട്ട് അതും കിട്ടിയില്ല. പറമ്പിൻ്റെ ആധാരം പണം വെച്ച് കാശ് അതും കിട്ടിയില്ല. കോളേജിലാണ് ഫീസ് അടച്ചിട്ടില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കെന്നെ അറിയില്ല. എൻ്റെ അവസ്ഥ നിനക്ക് അറിയണമല്ലേ. ഇന്ന് ശരിയാവും, നാളെ ശരിയാവും. കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുക മോളെ. ആ കേസ് ജയിച്ചാൽ കമ്പനി രക്ഷപ്പെടും, ഞങ്ങൾ രക്ഷപ്പെടും. എന്താ ചെയ്യാ മോളെ? ലക്ഷ്മിനോട് പറഞ്ഞിരുന്നു രാജേട്ടാ, കമ്പനി നല്ല കമ്പനിയാണെന്ന്. ഒക്കെ ശരിയാവും രാജേട്ടാ, ഒക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ. ഞാൻ നിർത്തി പ്രാർത്ഥിക്കുന്നുണ്ട് മോളെ. എല്ലാം അമ്മയുടെ കാവല്. എന്നാ പോട്ടെ മോളെ. എന്താ ഇന്നലെ വരാഞ്ഞ് അമ്പലത്തേക്ക്? ഇന്നലെ അമ്പലത്തിൽ വന്നിരുന്നു. ഏട്ട വന്നാൽ ഡാൻസ് ക്ലാസ്സിൽ പോയതാ. അതെ. അല്ല വന്ദന, നിന്റെ കൂട്ടുകാരികളൊക്കെ എവിടെ? അത് വന്നിട്ടുണ്ടായിരുന്നു. വേഗം വീട്ടിലേക്ക് പോയി. ഞാൻ പാട്ടെ വന്ദന ഇരിക്കും. വന്ദന, ഇത് എൻ്റെ നമ്പറാണ്. സമയമുള്ളപ്പോൾ എന്നെ വിളിക്കണം. മണി ഇനി പോട്ടെ. ഓക്കെ ശരിട്ടാ, പിന്നെ കാണാട്ടോ. ഓക്കെ കാണാം. ഹലോ, അറിയോ? കുട്ടനെ മനസ്സിലായില്ലേ? ഞാൻ ഫ്രീ ആണ്. ആ അപ്പോൾ മനസ്സിലായി. എനിക്കറിയാം നിനക്ക് മനസ്സിലായിട്ടില്ലാണ്. ഞാൻ പോവാട്ടോ.